രാജു, ഇത് റോഹൻ. സാഗരാജന്റെ അനിയന്റെ മകനാ. ഓ. റോഹൻ, ഇതെന്റെ പി എ രാജു. ഹായ് രാജു. ഹായ് സർ. രാജു, നീ അവനെ ഈ വീട് മുഴുവൻ ചുറ്റിക്കാണിക്ക. ആ ശരി സർ, ശരി. ഹേയ് നോ, അത് വേണ്ട ഓർമ്മങ്ങളെ. രാജു അവിടെ എന്തോ ജോലിയിലായിരുന്നില്ലേ? രാജു അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനിത് പോയി തനിയെ കണ്ടോളാം. എനിക്കും അതാ ഇഷ്ടം. ഓക്കെ, അങ്ങനെ ആവട്ടെ. വർമ്മ സാറേ, ഞാനെന്നാ അങ്ങോട്ട്. ശരി സർ. ശരി. എന്നാ പറയണോ ഓർമ്മേ, വിവാഹ തിരക്കുകളൊക്കെ എവിടം വരെയായി? അതൊക്കെ നന്നായി നടക്കുന്നു. ഇവന്റ് മാനേജ്മെന്റിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. അവരെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. I'm sorry. Excuse me? I'm sorry. ഞാനിതുവരെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഐ മീൻ, സംസാരിച്ചിട്ടില്ലെന്നല്ല, ഇങ്ങനെ പ്രേസ് ചെയ്ത് ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തന്നോട് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. തന്നിലേ എന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. യു ആർ സംതിങ് സ്പെഷ്യൽ ഫോർ മീ എന്ന് തോന്നുന്നു. ഓക്കെ, ഞാനെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ. പോയിട്ട് എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. എന്റെ മോളെ, അവൻ വലിയ വായി നോക്കിയാണെന്ന് തോന്നുന്നു. ആര്? അറിയാതെ ഞാനൊന്ന് സംസാരിച്ചു പോയി. എന്റെ അമ്മേ, ഒന്നാമതേ 100 പ്രശ്നത്തിലാ ഞാൻ. അതിനിടയില അവന്റെ ജോലിപ്പേര്. ഹലോ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല. എന്റെ അമ്മേ, അടുത്ത പുലിവാല്. ശരി, വേഗം വന്നേ. പേര് പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ. റോഹൻ, നിനക്ക്
ദീപക് കല്യാണ തിരക്കിലായിരിക്കും എനിക്കറിയാം. ബട്ട് ഐ എം സോറി. ദീപക് എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോട് വേറൊന്നും തോന്നരുത്. എടോ താൻ കാര്യം പറയ്. എടോ, ഞാനിപ്പോ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടിന്ന് വെറുതെ പറഞ്ഞ പോരാ, നല്ല മാലാഖയെ പോലെ ഒരു സുന്ദരി കുട്ടി. എനിക്ക് ആ കുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചൊന്നും പറഞ്ഞുതരാമോ? ചിലപ്പോ ആ കുട്ടി ദീപകിന്റെ ബന്ധുവായിരിക്കും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്, ഫ്ലർട്ട് ചെയ്യാനൊന്നുമല്ല. എനിക്ക് ആ കുട്ടിയെ ഒരുപാടങ്ങ് ഇഷ്ടമായിടും. ഇവിടെ ഇപ്പോ ഇന്ന് വിവാഹമായിട്ട് ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതില് റിലേറ്റീവ് സൈഡിൽ നിന്നും ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇതിപ്പോ ആരാണെന്ന് ഞാനെങ്ങനെ പറയാ? അല്ല, എന്താ കുട്ടിയുടെ പേര്? അയ്യോ, പേരറിയില്ല. പേര് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, പക്ഷേ കുട്ടിയൊന്നും പറഞ്ഞില്ല. പേര് പറയാതെ അങ്ങ് പോയിക്കളഞ്ഞു. ഇവനൊരു പ്രേമരോഗിയാണെന്ന് തോന്നുന്നല്ലോ. പെൺകോന്തൻ. ദീപക് എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആ പെൺകുട്ടി ആരായിരിക്കുമെന്ന് ആലോചിക്കുമായിരുന്നു. ബ്രോ, അവളുടെ ഏകദേശ രൂപം ഞാൻ പറയാം. നല്ല കോലൻ മുടിയാ. കോലം മുടിയോ? അതെ, വലിയ ചുരുളൊന്നും ഇല്ലാത്ത നീളം മുടി. പിന്നെ കുഞ്ഞി കണ്ണുകളാ, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കണ്ണുകൾ, നല്ല കുഞ്ഞു മൂക്ക. പിന്നെ ചുണ്ടാണെങ്കി മതി മതി മതി. എന്താ ബ്രോ? ആ കുട്ടി എന്ത് കളർ ഡ്രസ്സായിരുന്നു? ഒരു പിങ്ക് കളർ ഡ്രസ്സ്. അതായിരുന്നു ആ കുട്ടി ധരിച്ചിരുന്നത്. ഓക്കെ റോഹൻ, ഞാൻ നോക്കാം. നോക്കിയിട്ട് പറയാം. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആയിക്കോട്ടെ. ഞാനപ്പോ കുട്ടിയെ കാണുമ്പോ സംസാരിച്ചിട്ട് പറയാട്ടോ. മതി, അത് മതി. ഇവനൊരാര കെറുക്കം തന്നെ. ഓക്കെ ബ്രോ, കുറച്ച് തിരക്കുണ്ടേ. ഞാനെന്നങ്ങോട്ട്. അല്ല, എന്റെ മൊബൈൽ നമ്പർ വേണ്ടേ? ആ കുട്ടിയെ ബ്രോ കാണുമ്പോ എന്നെ ഒന്ന് വിളിക്കാലോ. റോഹൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ റോഹന്റെ അടുത്ത് ഒന്ന് പറയാം. ഓക്കെ, ഡൺ. എന്നാ ശരി. പിന്നെ ഇവിടെ എന്റെ കെട്ടിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ള ടെൻഷനില്ല ഞാൻ. അപ്പോഴാ ഈ വായി നോക്കലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആ അമ്മേ, ഞാനിനി പെണ്ണ് കെട്ടുന്നില്ലെന്നുള്ള പരാതിക്ക് എന്നേക്കായിട്ട് വിട പറയാൻ സമയമായി. അതെ അമ്മേ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. എന്റെ സ്വപ്നസങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറയുക. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. അവിടെ നിന്ന് എന്താ കാര്യം? ഇൻവിറ്റേഷൻ കാണുന്നുണ്ടോ? കല്യാണ ലെറ്റർ ഇല്ലല്ലോ. അതില്ലാതെ അകത്തേക്ക് വിടാൻ പറ്റില്ല. ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് വരുന്ന ആളുകളെ വെറുപ്പിക്കല്ലേ. ഇത് വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൂജാരിയാ. എന്നിട്ടത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. തിരുമേനകത്തേക്ക് വരും. രാജു, ഇങ്ങ് വന്നേ. തിരുമേനിച്ചല്ല, ഞാൻ വരാം. ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ. മുകളിലത്തെ നിലയിലെ ഹാളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് പോയി അവിടെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ചെയ്യാം സാർ. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? അത് സാർ, വരുന്ന ഗസ്റ്റുകളൊക്കെ ബൗൺസേഴ്സ് പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അത് ഞാൻ നോക്കിക്കോളാം. നീയേ അകത്ത് പോ. സാർ, ഞാൻ പറയുന്നത്. പോടാ. അവന്റെ അടവുകൊള്ളാം. ബൗൺസേഴ്സിനെ ഇറക്കിയിരിക്കുന്നതേ അവനിട്ടുള്ള പണിയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ശരിയാക്കി തരാം. തിരുമേനി, എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം,
ഞാൻ ഇപ്പൊ തന്നെ അറേഞ്ച് ചെയ്യാം. ഇല്ല രാജു, എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ട്. ഓ, ഞാൻ തന്ന ലിസ്റ്റിൽ രാജുവാണല്ലോ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിയതും എല്ലാം തിട്ടപ്പെടുത്തിയതും. ആ, അതെ തിരുമേനി, ഞാൻ തന്നെയാ. എങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ടെൻഷൻ? രാജുവാണ് പോയതെങ്കിൽ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. എനിക്കത് ഉറപ്പാ. രാജേട്ടാ, ആ, വരൂ. യാമിനി മേഡം റൂമിലുണ്ട്. നിങ്ങൾ റൂമിലേക്ക് ചെന്നോളൂ. നിങ്ങളെ യാമിനി മേഡം കാത്തിരിക്കുക. ഈ വിവാഹം നടത്താൻ മുൻകൈ എടുത്തിരിക്കുന്നത് രാജേട്ടനാണോ? ആ, അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അത് ശരി. എന്നാലും രാജുവേട്ടന് വിവാഹത്തിന് മുൻകൈ എടുക്കുന്നൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അതെന്താ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ രാജു, പരാതിയും പരദൂഷണമാണോ? എന്ത് ചെയ്യാനാ തിരുമേനി, ആളുകളുടെ നാവല്ലേ. അതെ, അവരുടെ നാവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ, തിരുമേനിയും കൂടി തുടങ്ങല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരാ? ഞാനിവിടെ വിവാഹത്തിന് വന്നതാ. അതൊക്കെ മനസ്സിലായി. ഇയാൾ ആരാണെന്നാ ചോദിച്ചത്. ഇവിടെ വിവാഹം നടക്കുമ്പോ വിവാഹം കൂടാനല്ലേ എല്ലാരും വരുന്നത്. ഇയാൾ ആരെന്നാ ചോദിച്ചത്. അല്ല, ഞാനിവിടുത്തെ വർമ്മ സാറിന്റെ PA രാജുവിന്റെ അളിയനാ. ഏ? ആ, അതെ. അതെ, ഇത് എന്റെ അളിയനാ. ആ. അതേ കടത്തി വിടണം. ചെല്ല് ചെല്ല്. അളിയൻ വാ. കുടിക്കാൻ എന്തേലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ? വേണ്ടല്ലേ, ഞാൻ വീട്ടിൽ പോയിരുന്നു. അവളോട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ജ്യൂസ് ഒന്നും വേണ്ട. അളിയ, ഋതികാമ്മയുടെ വർമ്മ സാറ് വീട്ടിൽ വന്നിരുന്നില്ലേ? അതെ അളിയ, അവര് വന്നിരുന്നു. ആ, അവിടെ അച്ഛൻ്റെ രാധവയും പ്രിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. രമ്യ അവർക്ക് വണ്ടി റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ മുങ്ങി. അത് സാരമല്ല, പിന്നെ ഞാൻ വണ്ടി അറേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അളിയ, എനിക്ക് അളിയനോട് സംസാരിക്കണം. അളിയ, ഇവിടെ വെച്ച ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സംസാരം വേണ്ട. ആരെങ്കിലും കേട്ടാ പ്രശ്നമാവും. അളിയ, ഞാൻ ഇന്നലെ അളിയനോട് കുറച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്കൊരു ഉൾക്കുത്തല്. ഞാനതുകൊണ്ടാ നേരെ വിവാഹത്തിന് കൂടുതൽ മുമ്പേ അളിയനെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ. ഞാൻ ഇന്നലെ അളിയനോട് ഋതിക മേഡത്തിന് വിഷമാവും ശാപവും എന്നൊക്കെ പറഞ്ഞപ്പോ അളിയന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാക്കി. അളിയനോട് ക്ഷമിക്കണം. ഹേ അളിയ, എന്തളിയത്? അളിയൻ പറഞ്ഞത് ശരിയാ. ഞാനത് ആലോചിച്ചു. ശരിക്കും ഈ വിവാഹം തീരുമാനിച്ചതിന് ശേഷം ദീപക് എന്നോട് സംസാരിച്ചിരുന്നു. അവൻ എന്താ എന്നോട് പറഞ്ഞെന്ന് അളിയൻ അറിയാമോ? എന്താ അളിയ? എടാ, അവളുടെ കല്യാണം കഴിഞ്ഞാ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. ഞാൻ അളിയനോടൊരു കാര്യം പറയാം. അളിയന് വർമ്മ സാറിനോടുള്ള ബഹുമാന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുവാ. എന്നിരുന്നാലും അളിയ, നമ്മുടെ ഋതിക മേഡത്തെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ചെറ്റയുടെ കൈ പിടിച്ച് കൊടുത്ത അതോടെ ആ പാവത്തിന്റെ ജീവിതം നാശാവും അളിയ. അതുകൊണ്ട് അളിയ, അളിയ, എനിക്ക് മനസ്സിലാവൂ. എന്റെ അവസ്ഥ അളിയോന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ വർമ്മ സാറിന് വിഷമുണ്ടാക്കുന്ന കാര്യം ചെയ്യും? അളിയ, വർമ്മ സാറിന് വിഷമാവൂന്ന് അളിയനോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ അളിയൻ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതല്ലേ. വർമ്മ സാർ അളിയനോട് ചോദിച്ചതല്ലേ മാഡത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമോന്ന്. അപ്പൊ അളിയൻ പറഞ്ഞു പറ്റില്ലെന്ന്. പിന്നെ വർമ്മ സാർ എന്ത് ചെയ്യും? അളിയ, എങ്ങനെയെങ്കിലും ഈ വിവാഹം നമുക്ക് മുടക്കണം അളിയ. ഇനിയിപ്പോ അളിയന്റെ സമ്മതമില്ലെങ്കിലും ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. അളിയൻ എന്നോട് ദേഷ്യം തോന്നരുത്. അളിയ, ഞാനും ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അളിയ, പിന്നെ എന്തിനാ അളിയ കൂടുതൽ ആലോചിക്കുന്നേ? ചെന്ന് മേഡത്തെ വിളിച്ചിറങ്ങേണ്ട വാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇവിടെ ആരും അളിയനോട് ഒന്നും ചോദിക്കില്ല. ഞാൻ നോക്കിയോളാം അളിയ. ആ ഇവന്റ് മാനേജരും ഈ ബൗൺസേഴ്സും ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നോക്കിയോളാം അളിയ. അളിയൻ ഇത് എന്തൊക്കെയാ പറയുന്ന? ഋതിക മേഡത്തെ വിളിച്ചിറക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്ന.
ഞാൻ പറഞ്ഞതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. എന്തർത്ഥം? ദീപക്കും ഋതിക മേഡം തമ്മിലുള്ള വിവാഹം നടക്കരുത്. ആ, അവനെ പോലെ ഒരുത്തൻ ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടി മേഡത്തിന്റെ ജീവിതം നാശമാക്കാൻ പാടില്ല. ഞാൻ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇതേ നടക്കാൻ പാടുള്ളൂ, അതേ കൂടുതലൊന്നുമില്ല. ഈ വിവാഹം നമുക്ക് മുടക്കണം. നമുക്ക് മുടക്കാളിയാ. ഞാനുണ്ട് അളിയനോടെ. അളിയ, വെറുതെ എങ്ങനെ മുടക്കിയാ പോരാ. ദീപകിന്റെയും അംബിക മേഡത്തിന്റെ ശല്യം ഇനി ഋതിക മേഡത്തിന് ഉണ്ടാവരുത്. അംബിക മേഡം ഇനി ഒരിക്കലും ദീപകിനെ കൊണ്ട് ഋതിക മേഡത്തെ വിവാഹം കഴിപ്പിക്കാന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സിലായോ? അങ്ങനെ അവരെ പൂട്ടണം. ഇന്നലെ ഹൽദി നടക്കുന്ന സമയത്ത് അവര് ഋതിക മേഡത്തിന്റെ കാല് ചവിട്ടിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. പാവത്തിനത് എത്രമാത്രം വേദനിച്ചു കാണും. ചിരിക്കടി, ചിരിക്കാൻ. എന്നിട്ട് എന്താ അളിയാ മിണ്ടാന്നേ? ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ആ പെണ്ണുമ്പിളുടെ മുഖത്തൊന്നും കൊടുത്തേനെ. വർമ്മ സാറിന്റെ ചേച്ചി അളിയ, നമുക്കൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. വർമ്മ സാറിന് അവരോട് വലിയ ബഹുമാനോ സ്നേഹമോ ഒക്കെയാ. പക്ഷെ അവരത് നന്നായിട്ട് മുതലാക്കുക. ആദ്യം ഈ വിവാഹം നമുക്ക് മുടക്കാം. എന്നിട്ട് വേണം ആ ഇവന്റ് മാനേജ്മെന്റ് തെണ്ടിയെ എനിക്കൊന്ന് പൊട്ടിക്കാൻ. ഇന്നലെ അവ അളിയൻ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇവന്റെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നുണ്ട് എന്റെ പിള്ളേരുമായിട്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് ഇപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാം. അളിയൻ പറ, എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? എന്താ ഒരു വഴി? അളിയ, ഞാനൊരു അഡ്രസ് തരാം. ദിവ്യ ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്. അളിയനൊന്ന് അവിടെ വരെ പോണം. അവിടെ ചെന്നിട്ട് എന്നൊന്ന് ഫോൺ ചെയ്യണം. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് അപ്പൊ പറയാം. ശരി, ഞാൻ പോവാം. അഡ്രസ് അയക്കാം. അഡ്രസ് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ശരി അളിയ. അളിയ, എന്താ ആളുകൾ തോന്നിയ ഐഡിയ? അളിയൻ ചെല്ല്. അളിയനോട് ഞാൻ വിശദമായിട്ട് പറയാം. ശരി അളിയ, ഞാൻ പോയിട്ട് വാ. ജേട്ടനെന്താ ഈ സമയത്ത്? ഋതിക മാഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ ചേട്ടാ? ഋതിക മാഡം, ഞാൻ രാജുള്ളിനോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് രാജു എന്ത് പറഞ്ഞു? ദീപക്കുമായിട്ടുള്ള വിവാഹം എങ്ങനെങ്കിലും മുടക്കാന്നാ പറയുന്നത്. സത്യമാണോ ചേട്ടാ ഈ പറയുന്നത്? അതെ മാഡം, സത്യ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋതിക മാഡം, തൽക്കാലത്തേക്കൊന്ന് ആശ്വസിച്ചോ. കാരണം അളിയ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കും. പക്ഷേ ഋതിക മാഡവും അളിയനും തമ്മിലുള്ള കാര്യം ചോദിച്ചപ്പോ അളിയത് ഒഴിഞ്ഞു മാറാൻ നോക്കി. അല്ലെങ്കിലും രാജു അക്കാര്യത്തില് അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അതെനിക്കറിയാം. എന്തായാലും രാജു വിവാഹം മുടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. ഋതിക മാഡം ധൈര്യമായിട്ടിരുന്നു. അളിയനെന്താ പ്ലാൻ ഒന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പ്ലാൻ എന്താണെന്ന് അറിയുമ്പോ ഞാൻ മേഡത്തെ വിളിച്ചറിയിക്കാം.
ഞാൻ വീടിന്റെ പുറകിലൂടെ ആരും കാണാതെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോവാ. ഞാൻ മേഡത്തെ വിളിക്കാം. ആ പിന്നെ മേഡം ഇത് അറിഞ്ഞതായിട്ട് പുറത്ത് കാണിക്കരുത്. ഇല്ല ഏട്ടാ, ചേട്ടൻ പോയിക്കോ. ശരി മേഡം. ഈ വിവാഹം മുടങ്ങും. ദീപക്കുമായുള്ള എന്റെ വിവാഹം നടക്കില്ല. ഇതൊന്ന് മുടങ്ങി കിട്ടിയ പിന്നെ രാജുവിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുക്കും. ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആയി, ഫുൾ കോൺഫിഡന്റ് ആയി, ഞാൻ ഫുൾ ഹാപ്പിയായി. വേണ്ട വേണ്ട ഋതികേ, നിന്റെ ഹാപ്പിനെസ് പുറത്ത് കാണിക്കണ്ട. കൂൾ ഡൗൺ. നീ സമാധാനപ്പെട്. സമാധാനായിട്ടിരിക്കെ. എല്ലാം നിന്റെ ആഗ്രഹപ്രകാരം നടക്കും.